കോൺഗ്രസ് നേതാക്കൾക്ക് പുരസ്കാരം കൊടുക്കുന്നു. ഇപ്പോൾ പ്രണബ് മുഖർജിക്ക് നിങ്ങൾ കൊടുത്തു. അദ്ദേഹം ഒരു മുൻ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി സ്ഥാനത്ത് 2017 അദ്ദേഹം പടിയിറങ്ങി. പക്ഷേ അദ്ദേഹത്തിന് നിങ്ങൾ ഭാരതരത്ന കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, RSS ആസ്ഥാനത്ത് പോയി പ്രസംഗിച്ചിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് കൂടിയാണ് അദ്ദേഹം. RSSൻ്റെ ആസ്ഥാനത്ത് അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ഇനി നരസിംഹറാവു കൊടുക്കുമ്പോഴോ, നരസിംഹറാവു എല്ലാ കാലത്തും, പ്രത്യേകിച്ചും ബാബരി ഡെമോളിഷൻ്റെ സമയത്തും അതിനുശേഷവും റാവു സംഘപരിവാറിന് പ്രിയപ്പെട്ട ആൾ തന്നെയാണ്. പലപ്പോഴും BJP നേതാക്കൾ രഹസ്യമായും പരസ്യമായൊക്കെ സമ്മതിക്കുന്ന കാര്യമാണ്. ബാബരി മസ്ജിദ് ഡെമോളിഷൻ സാധ്യമായത് തന്നെ അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നുകൊണ്ടാണെന്ന് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മൗനം ആ ഡെമോളിഷന് വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ആ ഡെമോളിഷനിലൂടെയാണ് നിങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടായത്. നിങ്ങൾ മുമ്പ് LK അഡ്വാനിയെ പറ്റി പറഞ്ഞതുപോലെ അഡ്വാനി എങ്ങനെ BJP വളർത്തിക്കൊണ്ടുവെന്ന് ചോദിച്ചാൽ അതിൽ അഡ്വാനിയോളം തന്നെ പങ്ക് റാവുവിനുമുണ്ട് എന്ന് പലരും രഹസ്യമായി സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പോൾ രണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് നിങ്ങളത് കൊടുക്കുമ്പോൾ പ്രണബ് മുഖർജിക്ക് കൊടുക്കുന്നതിനൊരു കാരണമുണ്ട്, റാവുവിനും കൊടുക്കുന്നതിന് കാരണമുണ്ട്. വെറുതെ അല്ലല്ലോ നിങ്ങൾ റാവുവിന് ഈ പുരസ്കാരം കൊടുക്കുന്നത്. ഈ റാവുവിലേക്കും മുഖർജിയിലേക്കും വരുന്നതിന് മുൻപ്, ബീഹാറിലേക്കും UP-യിലേക്കും പോകുന്നതിന് മുൻപ് ഞാൻ ആദ്യം കേരളത്തെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ 5 പേരിൽ ഏറ്റവും അർഹൻ ആയിട്ടുള്ള ആള് ശ്രീ MS സ്വാമിനാഥനായിരിക്കും. കാരണം പട്ടിണി പാവങ്ങളായിട്ടുള്ള ഇന്ത്യയിലെ ജനങ്ങളെ 60 മുതൽ തുടങ്ങി 80 കാലമായപ്പോഴേക്കും ഭക്ഷ്യസുരക്ഷയിലേക്ക് എത്തിച്ചു. 90കളായപ്പോഴേക്കും അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. 80-ൽ ലോകം അദ്ദേഹത്തെ വേൾഡ് ഫുഡ് പ്രൈസ് കൊടുത്ത് ആദരിച്ചു. 87-ൽ. അതിനുശേഷം എത്ര കാലം കോൺഗ്രസ് അധികാരത്തിലിരുന്നു? ഈ 55 വർഷം 60 വർഷക്കാലത്തെ ഭാരതരത്നത്തിന്റെ ചരിത്രത്തിൽ കാർഷിക മേഖലയിൽ സംഭാവന ചെയ്ത ഏതെങ്കിലും ഒരാളെ ഭാരതരത്നത്തിന് ഇവരാരെങ്കിലും നോമിനേറ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആളാണ്, മലയാളിയാണ്. MG രാമേന്ദ്രനെ തമിഴ്നാടുകളെ ഒപ്പം നിർത്താൻ വേണ്ടി കൊടുത്തതാണെന്ന് വേണമെങ്കിൽ ആക്ഷേപിക്കാം. പക്ഷേ MS സ്വാമിനാഥൻ ഏറ്റവും അർഹമായ കരങ്ങളിലേക്ക് ഭാരതരത്നം വെച്ചു കൊടുക്കുമ്പോൾ അതിനെ നിങ്ങൾ കാണാതെ പോകുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചർച്ചയില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ആലപ്പുഴയിലും തൃശ്ശൂരിലും BJPക്ക് ജയിക്കാൻ വേണ്ടിയാണ് MS സ്വാമിനാഥന് ഭാരതരത്നം കൊടുത്തത് നിങ്ങൾക്ക് പറയാൻ സാധിക്കൂ. അപ്പൊ ഇതിനകത്ത് രാഷ്ട്രീയം കൊടുത്തില്ല എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഗുജറാത്ത് കേന്ദ്രീകരിച്ച് അമുലിന്റെ കാലഘട്ടത്തിൽ അമുലിന്റെ സ്ഥാപകന് BJP എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? അങ്ങനെയും ചോദിക്കാലോ കോൺഗ്രസ്സുകാർക്ക്. അല്ല, കൊടുത്തതല്ലേ പ്രശ്നം, കൊടുക്കാത്തതല്ലല്ലോ പ്രശ്നം. ഞങ്ങൾ 2004 മുതൽ 2014 വരെ ഇരുന്നിട്ട്, അല്ലെങ്കിൽ ഭാരതരത്നത്തിന്റെ ഇത്രയും കാലത്തെ ചരിത്രത്തിൽ കാർഷിക മേഖലയിൽ ഒരാളെയും പരിഗണിച്ചിട്ടില്ലാന്നേ. അത് വളരെ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കേണ്ട. അതേസമയത്ത് തമിഴ് നാട്ടുകാരെ ഒപ്പം നിർത്താൻ വേണ്ടി കാമരാജനും MG രാമചന്ദ്രനും കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ സാധിക്കില്ല. ഞങ്ങൾ കൊടുത്തതിനകത്ത് കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രപതിയുണ്ട്, ഒരു പ്രധാനമന്ത്രിയുണ്ട്, MS സ്വാമിനാഥനെ പോലുള്ള ആളുകളുണ്ട്. ബിസ്മില്ലാ ഖാന് ഭാരതരത്നം കൊടുത്ത അടൽ ബിഹാരി വാജ്പേയിയാണ്. പിന്നെ നരസിംഹറാവുവിനെ കുറിച്ച് നിങ്ങൾ പറയുന്നു. നരസിംഹറാവുവിനോട് കോൺഗ്രസ് ചെയ്ത നന്ദികേട്, അല്ലെങ്കിൽ അദ്ദേഹത്തോട് കാണിച്ച ക്രൂരത, അത് നമുക്കറിവുള്ളതാണ്. അത് വായിക്കാനോ അതേക്കുറിച്ച് ചർച്ച ചെയ്യാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി ഇന്ത്യയിലെ സ്വർണം പണയം പെടുന്ന അത്ര ഗതികേടിൽ നിന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പുതിയൊരു ദിശമാറ്റം സംഭവിക്കുകയും അതിലൂടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതിന്റെ പേരിൽ ഇന്നത്തെ സാമ്പത്തിക വിദഗ്ധന്മാരെല്ലാവരും അഭിനന്ദിക്കുന്ന രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രിയല്ലേ നരസിംഹറാവു? ആ രീതിയിൽ കാണൂ.